2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ബംഗാൾ നടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട ഒന്നും പറയാതെ പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് മുൻ കേന്ദ്രമന്ത്രി KV തോമസിന്റെ വസതിയിലെത്തി. KV തോമസിന്റെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് സന്ദർശനം നടത്തിയത്. വസതിയിലെത്തിയ പശ്ചിമ ബംഗാൾ ഗവർണർ തോമസ് മാഷിനെ ആശ്വസിപ്പിച്ചു. ബംഗാൾ നടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായില്ല. മൗനം വിദ്വാന് ഭൂഷണം, മൗനം ഗവർണർക്ക് ഭൂഷണം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. സർ, ഒരു ബംഗാൾ നടി ശ്രീലേഖ മിത്ര സമുദായ രംഗത്തിലൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ലൈംഗിക അധിക്ഷേപ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. താങ്കൾ ഈ വിഷയത്തിൽ ഇടപെടുമോ? നോ കമന്റ്സ്. ഒരു ലൈംഗിക അധിക്ഷേപ ആരോപണമാണ്. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ്. അദ്ദേഹത്തിനെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ ആരോപണം ബംഗാളി ആക്ട്രസ് ഉന്നയിച്ചിരിക്കുന്നത്. എനിക്കതിനെക്കുറിച്ച് വ്യക്തമായൊന്നും അറിയില്ല, അതുകൊണ്ട് കമൻറ്റ് പറയുന്നില്ല. കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പുറത്തുവിട്ട റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഈ പരാമർശമടക്കം വന്നതും അതിന് തുടർച്ചയായിട്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ആൾക്കെതിരെയാണ് ഈ ഒരു ആരോപണമുള്ളത്. അപ്പോൾ താങ്കളുടെ സംസ്ഥാനത്തുള്ളൊരു നടിയാണ് ഇത്തരത്തിലൊരു ലൈംഗിക പരാതി ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് സംരക്ഷണം നൽകാനോ അല്ലെങ്കിൽ അവരുടെ നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കാനോ ശ്രമിക്കുക. ഇക്കാര്യത്തിൽ മൗനം വിദ്വാന് ഭൂഷണം, മൗനം ഗവർണർക്കും ഭൂഷണം. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെയാണ് ആരോപണമെന്ന് പറഞ്ഞപ്പോഴും ഇക്കാര്യത്തെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ലെന്നുള്ള ഒഴുക്കൻ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.